ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിജയദാസ് ചിട്ടിക്കോണം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം ഉദ്ധരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. വായിച്ച തിരുവെഴുത്തിൻ്റെ വിവിധമായിരിക്കുന്ന വശങ്ങളെക്കുറിച്ചൊരു പക്ഷേ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയതായിരിക്കുന്ന ചില ആലോചനകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവം തൻ്റെ ആടിന് അല്ലെങ്കിൽ തൻ്റെ പൈതലിന് വിരുന്ന് ഒരുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവനെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ യഹോവയാകുന്ന ഇടയൻ തൻ്റെ അജഗണത്തിൽ ഒരാടായി ചേർന്നൊരു ദൈവപൈതലിന് അവനെ വിരുന്നൊരുക്കുവാൻ ദൈവം കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അത് ശത്രുക്കളുടെ നടുവിലാണ്. വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ ശത്രുക്കൾ ആരും ഉണ്ടാകരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്, പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ദൈവം തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചില ശത്രുക്കൾ ഉണ്ടായിക്കോട്ടെ, സാരമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദയനീയസ്ഥിതിയിൽ അയ്യോഭാവം കാണിക്കുന്നവർ പോലും ഒരുപക്ഷെ നമ്മൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ അസൂയാലുക്കളായി തീരുകയും നമ്മെ തള്ളിയിടുവാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ വെറുതെ ശത്രുക്കളായി തീരുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവം അങ്ങനെയുള്ളവരെക്കുറിച്ച് അവരെ നശിപ്പിക്കുവാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടുവിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് വിരുന്നൊരുക്കുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇത് നാം വിശ്വസിക്കും തോറും അല്ലെങ്കിൽ ഇത് നാം ഗ്രഹിക്കും തോറും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഏറെ വകയുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മോട് ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുകയോ നമ്മുടെ വീഴ്ച ആഗ്രഹിക്കുകയോ ചെയ്യുന്നെങ്കിൽ അവരെ ഓർത്ത് നിരാശപ്പെടുവാൻ, ഭാരപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരരുത്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യണം. കാരണം നമ്മെ ശക്തീകരിക്കുവാനും നമ്മെ ബലപ്പെടുത്തുവാനും നമ്മോടുകൂടെ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയൊരുവൻ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉത്തമമായ വിശ്വാസം നമ്മെ ധൈര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. തന്നെയുമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ശത്രുക്കളുടെ മുഴുവനും ഒഴിഞ്ഞ് അല്ലെങ്കിൽ ശത്രുക്കൾ ആരുമില്ലാത്ത ഒരു പരിസ്ഥിതി നമ്മെ കൊണ്ടുപോയി സംരക്ഷിക്കുക എന്നുള്ളതല്ല, ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് വിരുന്നൊരുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഉയർച്ചയോ അഭിവൃദ്ധിയോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ദൈവം തൻ്റെ മഹത്വവും ശക്തിയും ബലവും കൂടെ വെളിപ്പെടുത്തുവാനും കൂടെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം അത് എവിടെ മേയണം, എന്ത് ഭക്ഷിക്കണം, എവിടെ കിടക്കണം, എന്ത് കുടിക്കണം, എപ്പോഴൊക്കെ വിശ്രമിക്കണം, എപ്പോഴൊക്കെ യാത്ര, ഇതെല്ലാം നിശ്ചയിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത് ഇടയനാണ്, ആടല്ല. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവഹിതത്തിനും ദൈവിക കരുതലിനും നടത്തിപ്പിനും വേണ്ടി വിട്ടുകൊടുക്കുകയാണെങ്കിലാണ് ഈ ഒരു അനുഭവത്തിൽ നമുക്ക് വരുവാനായിട്ടിടയായിട്ട് തീരുന്നത്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂരിരു താഴ്വര എന്ന് പറയുന്ന മരണനിഴലിൻ്റെ താഴ്വരയുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് മാത്രമാണ് അത് കൂരിരുൾ താഴ്വരയായിരിക്കുന്നത്. മുന്നോട്ടുള്ളതൊന്നും കാണാൻ പറ്റാത്ത ദുഃഖകരമായിരിക്കുന്ന അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികളെയാണ് സൂചിപ്പിക്കുന്നത്. മുൻപോട്ടെങ്ങനെ പോവും,
വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ജീവിതത്തിൻ്റെ മുമ്പായി ഒരു ചോദ്യം ഉയരുകയാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കാരണം എല്ലാം ഇരുളടഞ്ഞു നിൽക്കുകയാണ്, മുന്നോട്ടൊരു അടി വയ്ക്കാൻ പറ്റുന്നില്ല. എന്നാൽ നാം ആ ഇടയൻ്റെ ശബ്ദം കേട്ട് പിൻപേ പോകുന്ന ഒരു ആടാണെന്ന് വരികിൽ തീർച്ചയായിട്ടും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മാത്രമാണ് മുന്നിൽ ഇരുട്ട് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ഇടയൻ്റെ മുമ്പാകെ ഇരുട്ടില്ല. കാരണം ഇടയൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. തൻ്റെ മുമ്പിൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഉള്ളത്. അതുകൊണ്ട് ഇരുളിൽ മറഞ്ഞിരിക്കുന്ന ഏത് അപകടത്തെയും തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുന്ന ഒരു ഇടയനാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അതിലൂടെയും തൻ്റെ മഹത്വവും എടുക്കുകയും നമ്മെ കരുതുകയും ചെയ്യുന്ന ദൈവമാണെന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട്, ആടിന് ഭയാനകമായൊരു താഴ്വരയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ ഇടയൻ അതിനപ്പുറത്ത് കാണാനായിട്ടിടയാകുന്നത് അത് ആ ആടുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സമൃദ്ധമായൊരു വിരുന്നാണ്, പച്ചയായ പുൽപ്പുറങ്ങളാണ്. അഞ്ചാമതായിട്ട്, ആടുകളുടെ ശത്രുക്കളായ ഹിംസ്ര ജന്തുക്കളായിരിക്കുന്ന സിംഹങ്ങൾക്കോ പുലിക്കോ ചെന്നായ്ക്കൾക്കോ ഒന്നും ഭക്ഷിക്കുവാൻ കഴിയാത്ത വളരെയധികം സമൃദ്ധമായ പച്ചപ്പുൽ മേടുകളാണ് ആടിന് ഇടയൻ സമൃദ്ധമായി നൽകുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോകത്തെ സ്നേഹിക്കുന്ന ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ജീവിതം അവനൊരു ദുസ്സഹമാണ്. എന്നാൽ ദൈവവചനത്തിൽ രസിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ജഡത്തിൻ്റെ സന്തോഷങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. ഇന്ന് നാം ഇവിടെ വില കൊടുക്കേണ്ടി വരുന്നത് പലപ്പോഴും ജഡീകമായ സുഖങ്ങൾക്ക് വേണ്ടിയാണ്. വലിയ കാശ് കൊടുക്കേണ്ടി വരും. എന്നാൽ യാതൊരു മുതൽ മുടക്കുമില്ലാതെ ഇന്ന് ധാരാളമായിട്ട് ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ അത് മനുഷ്യരാർക്കും വേണ്ട. എന്നാൽ നിത്യതയിലും യാതൊരു തരത്തിലും നഷ്ടം വരാത്ത ആത്മീയ നന്മ നേടുവാനും അനുഭവിക്കുവാനും കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഒരുക്കപ്പെട്ട വിരുന്ന് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ നമുക്ക് പറയുവാൻ കഴിയും, ഈ ലോകത്തിലുള്ള ചപ്പന്നും ചവർന്നും എണ്ണപ്പെടുന്ന ഭൗതിക നന്മകളല്ല, പിന്നെ എന്താണ്, നിത്യത മുഴുവനും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ നിത്യ സൗഭാഗ്യങ്ങളുടെ വലിയ കലവറയാണ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വലിയ വിരുന്ന് ശാലയെന്ന് പറയുന്നത്. അതിനെ പ്രത്യാശയോടെ നോക്കി പാർത്ത് ഈ നല്ല ഇടയൻ്റെ ആടുകളായിത്തീർന്നതിലുള്ള സന്തോഷത്തോടെ തന്നെ മഹത്വപ്പെടുത്തി ഈ ലോകയാത്ര സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ വലിയവനായ ദൈവം ഈ ചിന്തകളാലും നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.